വെൽക്കം ബാക്ക് ടു ഫെത്വിൻ സിസ്റ്റേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു അടിപൊളി സാധനമാണ്. അത് ഈയിടെ നമ്മൾ ആരും അധികം കാണാൻ ഇടയായിട്ടുണ്ടാവില്ല, കാരണം ഓൾഡൻ ഡേയ്സിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മമ്മി, ഇറ്റ് മീൻസ് എൻ്റെ ഗ്രാൻഡ് മദർ മെടഞ്ഞുണ്ടാക്കിയ ഒരു സ്റ്റൂളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. കാണാൻ നല്ല രസമാണ്. അതിൻ്റെ മുകളിൽ ഇസുവിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അത് എവിടെയാണ് എഴുതിയെന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്റ്റൂളായിരുന്നു. ഇത് നമ്മളെ കമ്പി വളച്ചിട്ട് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ ഒരു ബേസ് കോട്ട് കേട്ടോ. പിന്നെ ഇതെന്തോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വയറ് പോലത്തെ സാധനമാണ്. അത് വെച്ചിട്ടാണ് മമ്മി ഇങ്ങനെ മെടയുന്നത്. ഇത് ചെയ്യാൻ വലിയപ്പൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. വലിയപ്പോൾ മമ്മിക്ക് ഇതിനായിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ. ഇപ്പം മമ്മിക്ക് പിന്നെ വയ്യാത്തതുകൊണ്ട് മമ്മി അധികം ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇതാ മമ്മി ഒരാഴ്ചയോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊന്ന് സെറ്റായത്. കണ്ടോ, IZE കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇസുവിൻ്റെ പേരാണ് എഴുതിയത് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കഷ്ടപ്പാട് തന്നെയാണ് ഇങ്ങനെ മെടഞ്ഞെടുക്കുന്നത്. എൻ്റെ ഉപ്പ ചെറുതായിരുന്നപ്പോൾ മമ്മി എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഉപ്പാടെ ഇക്കാക്കയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ ചെയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ മമ്മിയും വലിയപ്പയും നാട്ടിലേക്കൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ മമ്മി കുറേ റെസ്റ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. സ്നേഹം ഇത് ആക്ച്വലി ഒരു വല്ലാത്ത ഡിസൈൻ തന്നെയല്ലേ. നോക്കി നിന്ന് എനിക്ക് പോലും മനസ്സിലായില്ല പിന്നെ എങ്ങനെയാണ് ഈ ഡിസൈൻ അവസാനം ആയതെന്ന് കേട്ടോ. പിന്നെ ഇതാ ആ ഇസയിലൊക്കെ കറക്റ്റ് ആവുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇസയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെയല്ലേ. മമ്മിക്ക് ക്രാഫ്റ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പൈനാപ്പിൾ പോലത്തെ സാധനങ്ങളൊക്കെ മമ്മി ഈ സീം ഇതിനൊക്കെ കുറച്ചുകൂടി കളറുള്ള ത്രെഡ്സിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ഇതാണ് ഗൈസ് മമ്മി ചെയ്ത പൈനാപ്പിൾ കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ, ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈപ്പ് വേറൊരു സാധനമാണ്. ഇതെന്ന് പറയുന്നത് നമുക്കൊരു പെൻസിൽ ഹോൾഡറായിട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല രസമില്ലേ ഈ ഒരു കോമ്പിനേഷൻ. ഇതൊരു ഗ്ലാസ് ബൗളാട്ടോ. ഒരു നമ്മുടെ ഫ്ലവറൊക്കെ പോലെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ തോന്നും. പിന്നെ അതേപോലെ തന്നെ ഇത് അമ്മയാണെങ്കിൽ ഇത് കുട്ടി ഗൈസ്. ഇതിൻ്റെ ചെറിയ മോഡലാണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയും ബാക്കിൽ ഒരു പ്ലെയിൻ സ്റ്റീലായിട്ട് വരുന്നതാണ്. രണ്ടും അടിപൊളിയാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫ്ലവർ വേസ് ആണ്. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. ഒരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിട്ട് ഇതും മമ്മി ചെയ്ത് തന്നെയാണ്. കണ്ടോ, നല്ല രസമില്ലേ.
ഇത് ഇസുവിന് മമ്മി കൊടുക്കുമ്പോൾ ഇസുവിൻ്റെ എക്സ്പ്രഷനും ഒരു ഇതിപ്പോൾ എന്താന്നുള്ളൊരു ഇതിലായിരുന്നു അവള്. ഞങ്ങളെ ആരെയും പിന്നെ അതിൻ്റെ അടുത്തേക്കും കൂടി അടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ, സീ യു.